എന്റെ കണ്ണേട്ടൻ മല കയറി. സ്വാമി നല്ല ദർശനം കണ്ണേട്ടന് കൊടുക്കുകയും ചെയ്തു. എന്താടാ ഇപ്പോ? എല്ലാത്തിന്റെ മുഖം കണ്ടില്ലായിരുന്നോ? മാർക്കോ പറഞ്ഞതുപോലെ എല്ലാത്തിനും തല്ലി ചതക്കല്ല വേണ്ടത്, ഇതുപോലുള്ള ഷോക്കുകൾ കൊടുക്കുക വേണ്ടത്. മേഘന്റെ മുഖം കണ്ടില്ലായിരുന്നോ? മേഘന്റെ മാത്രമല്ല, എല്ലാവരുടെയും മുഖത്ത് ഒരു ഞെട്ടലുണ്ടായിരുന്നു. ഒരു പ്രേതത്തെ കണ്ട് പേടിച്ച പോലെയാ നിന്നത്. താനെന്ന് പ്രേതമായിട്ട് അഭിനയിച്ച പോലെ ഒരഭിനയത്തിന് ഇവിടെ സ്കോപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ മലയ്ക്ക് പോയ കണ്ണേട്ടനും മാർക്കോയ്ക്കും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അറിയിക്കേണ്ടി വരില്ലേ? അങ്ങനെ അറിയിക്കാതിരുന്ന സംശയം തോന്നില്ലേ? ഹൃദയം കൊണ്ട് സ്നേഹിച്ചവരാ ആ നിന്നവരൊക്കെ. എന്നിട്ട് അവർ കാത്തിരുന്നത് ആംബുലൻസ് വീടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കുന്നതും അതിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുന്ന എൻ്റെ ചലനമറ്റ ബോഡിയോ. അതിൻ്റെ അരികിലിരുന്ന് താൻ വാവിട്ട് നിലവിളിക്കുന്നതും അവരൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേപ്പറ്റിയൊന്നും പറഞ്ഞ് വിഷമിക്കേണ്ട കണ്ണേട്ടാ. അവരാരും ഇനി നന്നാവാൻ പോകുന്നില്ല. എന്റെ അനിയത്തി അങ്ങനെ തന്നെ. മരണം ആഘോഷിക്കാനാ മേഘൻ ഇവിടെ എത്തിയത്. പിന്നെ മഞ്ജുന്റെ കുഞ്ഞു പോയെന്നൊക്കെയാണല്ലോ അവന്റെ ധാരണ. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ വേണ്ടിട്ടാ ഇവിടെ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരുന്നത്. അവനൊരു മദ്യത്തിന്റെ ഗന്ധം ഉണ്ടായിരുന്നു. മദ്യം കഴിച്ചിട്ട് നന്നായി ആഘോഷിച്ചിട്ടുണ്ടാവും എല്ലാവരും. എന്നിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങിയതാ. ഏതായാലും ഇപ്പം എല്ലാത്തിന്റെ ഉറക്കം നഷ്ടപ്പെട്ട് കാണുമല്ലോ. അത്രയും സമാധാനം. ആ, ഞാൻ ഇനി ഈ വേഷമൊക്കെ ഒന്ന് മാറിയിട്ട് വരാം. ശരി. എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. എന്റെ അച്ഛനെ ഉണ്ണിയേട്ടനെയൊക്കെ ഞാൻ മണ്ടന്മാരെന്ന് വിളിച്ചിട്ടുണ്ട്. മേഘേട്ടനോട് കുറച്ചൊരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പൊ പോയി. കരുണേ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കിടയ്ക്ക് ആ കൂടെ എന്റെ സമനില തെറ്റിയിരിക്കുക. ഇവളിങ്ങനെ പറയും.
നമ്മൾ ഇവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി റിസ്ക് എടുത്ത് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി ഇവൾക്ക് ഒരു ധാരണയില്ല. അങ്ങനെ റിസ്ക് എടുത്തിട്ട് എന്താ ഫലം ഉണ്ടായത്? അങ്ങനെ നീ പറയില്ല കരുണേ. നീ നിന്റെ മുത്തശ്ശി കൂടിയല്ലേ പായസത്തിനകത്ത് പൊടി കലർത്തി മഹാലക്ഷ്മിക്ക് കൊടുക്കാൻ നോക്കിയത്? എന്നിട്ട് എന്തായി? അത് നീ തന്നെയല്ലേ കുടിച്ചത്? നമ്മുടെ കുഞ്ഞു അതോടെ പോയില്ലേ? നമ്മൾ ചെയ്യുന്നതൊക്കെ നമ്മൾ തിരിഞ്ഞു കൂത്തുന്നു. അതാണ് ഇതുവരെയുള്ള അനുഭവം. അവളുടെ കയ്യിലിരുന്ന അയ്യപ്പസ്വാമി വിളങ്ങിയത് കണ്ടില്ലേ? ഇന്ന് ആ വിഗ്രഹം ഞാൻ ശരിക്കും കാണുന്ന. ഓ, സത്യം പറഞ്ഞ അതിലേക്ക് നോക്കിയപ്പോ എന്തൊരു തിളക്കുള്ളതുപോലെ എനിക്കും തോന്നി കേട്ടോ. ഓ, കണ്ണെഞ്ചിപ്പിക്കുന്ന പോലൊരു തോന്നല്. നന്നായിട്ട് ആഹാരം കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്നൊന്ന് ഉറങ്ങിയതാ. ഇപ്പൊ മനസമാധാനവും പോയി, ഉറക്കവും പോയി. കോളിംഗ് ബെൽ അടിച്ചപ്പോ അവന്റെ ബോഡി കൊണ്ടുവന്നാ ഞാൻ കരുതിയത്. ഞങ്ങളും അങ്ങനെ കരുതി തന്നെയാ വന്നേ. അപ്പോഴല്ലേ ഒരുത്തി മുടിഞ്ഞ അഭിനയായിട്ട് പുറത്തുന്നത്. അല്ലെങ്കിൽ തന്നെ ഇത്രയും സമയമായിട്ടും മരിച്ചവരെ കുറിച്ച് ഒരു വിവരം ഇല്ലായിരുന്നപ്പോ എനിക്ക് സംശയം തോന്നിയതാ. പിന്നെ മേഘേട്ടന്റെ ആത്മവിശ്വാസം കണ്ടിട്ടാ ഞാൻ ഒന്നും ചോദിക്കാതിരുന്നേ. എടാ ഉണ്ണി, നിനക്കറിയാലോ, എടാ പഠിക്കുന്ന കാലം തൊട്ട് എനിക്ക് ആരോടെങ്കിലും ശത്രുത തോന്നിക്കഴിഞ്ഞാ അവനെയൊക്കെ പുകച്ച ചരിത്രമേ ഉള്ളൂ. എടാ ഇവിടെ മാത്രം എന്താടാ ഞാൻ പരാജയപ്പെട്ടു പോകുന്നത്? അയാള് വീൽ ചെയർ ഇരിക്കുന്ന ഒരാളല്ലേ. അതുകൊണ്ട് ദാമ്പത്യ ജീവിതം ഉണ്ടാവില്ലെന്ന് നമ്മൾ ചിന്തിച്ചതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. അതിനുശേഷം അയാൾക്കൊരു ദാമ്പത്യം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ചത് അതിലും വലിയ മണ്ടത്തരായിപ്പോയി. അതും മണ്ടത്തരം അല്ലായിരുന്നു. പക്ഷേ അവന്റെ ദാമ്പത്യ ജീവിതത്തിലേക്ക് വന്നത് അവനെ വഴിതെറ്റിക്കുന്ന ഒരുത്തിയായിപ്പോയി. എടാ, ഇനി നമ്മളെല്ലാം അവൻ ഇറക്കി വിടുമെന്ന എന്റെ പേടി. ദേ, സത്യം പറയാലോ, ഈ രാത്രി വെളുക്കുന്നതിന് മുൻപ് വെള്ളം പതച്ച് കിടക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അത്രയ്ക്ക് നിരാശയായിപ്പോയി. അതെ, ഇവിടെ ചിലരെ ഞെട്ടിച്ചു. ഇനി മറ്റു ചിലരുടെ ബാക്കിയാ. ഇവിടെ ഉള്ളവര് അത് അവരെ വിളിച്ചു പറയുന്നതിന് മുമ്പ് നമുക്ക് തന്നെ ആ പണി ചെയ്യാം. ഞാനേ അമ്മയൊന്ന് വീഡിയോ കോൾ ചെയ്യാം. വീഡിയോ കോൾ ആണല്ലോ. അമ്മേ, മറ്റു രണ്ടുപേര് അവിടെ തന്നെ ഉണ്ടോ? ഇവിടെ തന്നെ ഉണ്ട് മോളെ. അവിടുന്നുള്ള വാർത്തകൾ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുക, ക്ഷമയില്ലാതെ. അങ്ങനെ കാത്തിരിക്കുന്നവർക്ക് ആ ഫോണൊന്ന് കൊടുത്തേ. ഞാൻ അവരോടൊന്ന് സംസാരിക്കാം. ശരി മോളെ, ഇപ്പൊ കൊടുക്കാം. എടാ പ്രതാപ, വിവരമൊന്നും ഇല്ലല്ലോടാ. അതാ ഞാനും ആലോചിക്കുന്നത്. മോളെ ഒന്ന് വിളിച്ചു നോക്കല്ലേ? എന്നാ പിന്നെ വിളിക്കേ. അതെ, മോള് വിളിക്കുന്നുണ്ട്. ദേ, മോള് ഇങ്ങോട്ട് വിളിച്ചിരിക്കുക. വീഡിയോ കോളാ. വീഡിയോ കോളോ? അതിനെന്തിനാ മോള് നിന്നെ വിളിച്ചേ? ഓട്ടെ. ആ, ഇവളായിരുന്നു. ഇവളുടെ കോൾ എന്തിനാ എനിക്ക് കൂട്ടുന്നേ? പിന്നെ കരുണയാണെന്ന് കരുതിയോ? നീ എന്തിനാ വിളിച്ചേ? എന്റെ കണ്ണേട്ടനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. മലയ്ക്ക് പോയ ആൾ ഇതുവരെ മടങ്ങി വന്നിട്ടില്ല. നിങ്ങൾ എന്തേലും കണ്ണേട്ടനെ ചെയ്തായിരുന്നോ? ഞങ്ങൾ എന്ത് ചെയ്യാനാ?
വീൽ ചെയറിൽ ഇരിക്കുന്നവനെ മലക്ക് വിടണ്ടെന്ന് ഞങ്ങളെല്ലാം പറഞ്ഞല്ലേ ഇതിന്റെ അടുത്ത്? നീയല്ലേ കേൾക്കാതെ മലക്ക് വിട്ടത്? എന്നിട്ടിപ്പം ഞങ്ങൾ കുറ്റക്കാരെ? അതെ അതെ അമ്മ സംസാരിക്കും. നീയല്ലേടി അവനെ പറഞ്ഞു വിട്ടത്? ഇനി എന്തെങ്കിലും സംഭവിച്ചെങ്കിലേ അനുഭവിച്ചോ. പറഞ്ഞത് കേട്ടല്ലോ. നിന്റെ കണ്ണൻ മടങ്ങി വന്നില്ലെങ്കിൽ അതിന്റെ കാരണക്കാരി വേറെ ആരുമല്ല, നീ മാത്രമാ. എടി, നിന്നെ കെട്ടിയതോടെ അവന്റെ ആയുസ് കുറഞ്ഞു കാണും. അതിന് ഞങ്ങളെ പ്രതികളാക്കാൻ നോക്കിയ അവിടെ വന്ന് നിന്റെ കാരണത്ത് ഒറ്റയടി അടിക്കും. അല്ലേ അമ്മേ? എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്തവൻ എവിടെയെങ്കിലും ചെന്ന് ഉരുണ്ട് വീണ അതിന് നാട്ടുകാർക്കാണ് ഉത്തരവാദിത്വം. എടേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവന്റെ മരണത്തിൽ ഞങ്ങളെ പെടുത്താൻ നോക്കിയ നിന്റെ കരടം അടിച്ചു പൊളിക്കും ഞാൻ. അങ്ങനെ കർണത്തടിച്ചാലേ ഇയാൾക്കിനി ചോദിക്കാനും പറയാനും ആളുണ്ട്. എന്താടോ അന്തം വിട്ട് നോക്കുന്നേ? അല്ല, നീ ഇപ്പഴാ വന്നേ? അല്ല, അത് നീ മടങ്ങി വന്നില്ലെന്ന് അവള് പറഞ്ഞായിരുന്നു. ഞാൻ മടങ്ങി വന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെയും നിങ്ങളുടെ അമ്മയുടെയും മുഖത്തൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. അത് കാണാൻ വേണ്ടിയിട്ടാ അയാൾ അങ്ങനെ പറഞ്ഞത്. ഞാൻ സുഖമായിട്ട് സന്നിധാനത്തിലെത്തി സ്വാമിയെ കണ്ടു. അയ്യപ്പ ദർശനം കണ്ടിട്ട് മടങ്ങി എത്തുകയും ചെയ്തു. അത് കേട്ടപ്പോ എല്ലാം നഷ്ടപ്പെട്ട പോലെയാണല്ലോ നിങ്ങൾ നോക്കുന്നേ. നീ മനുഷ്യനെ വെറുതെ കളിയാക്കരുതെന്ന് അവളോട് പറഞ്ഞേക്ക്. നീ മടങ്ങി വരില്ലെന്ന് ഞങ്ങൾ കരുതേണ്ട കാര്യം എന്താ? അല്ലേ, ഞാനും അമ്മയൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. അല്ല, എന്താ അങ്ങനെയുള്ള ഞങ്ങളെയാ അവള് കഴുതകളാക്കാൻ നോക്കിയേ? നീ വന്നാലും ഇല്ലെങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് ഒരുപോലെ അല്ലേ അമ്മേ? പിന്നെ വന്നില്ലെങ്കിൽ ഒരുത്തി ഞങ്ങളെ പ്രതികളാക്കിയനെ. അത് അവളിപ്പോ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞാൻ വന്നില്ലെങ്കിൽ നിങ്ങളും മേഘനും എന്റെ അനിയനും ഒക്കെ ആയിരിക്കും പ്രതികള്. അങ്ങനെ വരാതിരിക്കാൻ ചെറിയ ശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷേ അതിനെയൊക്കെ ഞങ്ങൾ അതിജീവിച്ചു. അല്ലെങ്കിൽ അതിജീവിക്കാനുള്ള സാഹചര്യം അയ്യപ്പസ്വാമിയായിട്ട് ഒരുക്കി. അത്ര ഇപ്പൊ അറിഞ്ഞാ മതി. നേരത്തെ കണ്ട സന്തോഷമൊന്നും രണ്ടാളുടെ മുഖത്ത് ഇപ്പൊ കാണാനില്ലല്ലോ. അമ്മയും മോളും മരുമകനും കൂടെ ഞങ്ങളെ കളിയാക്കുവാ. കളിയാക്കിയതൊന്നും അല്ലല്ലോ. കണ്ണൻ മടങ്ങി വന്നില്ലേന്ന് ഇടയ്ക്കിടയ്ക്ക് രണ്ടാളും കൂടെ ചോദിച്ചുകൊണ്ടിരിക്കുവായിരുന്നല്ലോ. അതുകൊണ്ടാ മടങ്ങി വന്ന കണ്ണനെ കൊണ്ട് നിങ്ങളെ വിളിപ്പിച്ചത്. ഇപ്പോ ഏതായാലും രണ്ടാൾക്ക് സമാധാനമായല്ലോ. ഇനി ആ ചോദ്യം ചോദിക്കത്തില്ലല്ലോ. ആ ഫോണിങ്ങതാ. ആ, ഇന്ന് വളരെ നല്ല ശർക്കര പായസ ഞാൻ ഉണ്ടാക്കി തന്നത്. കണ്ണൻ അയ്യപ്പ ദർശനം കഴിഞ്ഞ് തിരിച്ചിറങ്ങിയെന്ന വാർത്ത അറിഞ്ഞിട്ടാ ഞാൻ രണ്ടാൾക്കും പായസം ഉണ്ടാക്കി തന്നത്. അത് എന്നെയും എന്റെ മോളെയും സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യ. പിന്നെ ആ യാത്രക്കിടയിൽ പല സംഭവങ്ങളും ഉണ്ടായെന്ന് മോളെന്നോട് പറഞ്ഞായിരുന്നു. അതിൽ ആ മേഘനൊപ്പം നിങ്ങളും പങ്കാളിയാവാതിരുന്ന നല്ലത്. പ്രതാപ, വീണ്ടും തലക്കിട്ട് അടി കിട്ടിയല്ലോടാ.
ഇതെങ്ങനെ സംഭവിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മേ. ഡാ, എനിക്ക് തോന്നുന്നതേ നമ്മുടെയൊക്കെ ശരീരത്തില് ആ കണ്ണനും മാർക്കോയും കൂടെ എന്തൊക്കെയോ ഘടിപ്പിച്ചിട്ടുണ്ടെന്നാ. അതുകൊണ്ട് നമ്മുടെ സംസാരമൊക്കെ അവന്മാർക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ വിധി മാറിപ്പോവോ? സാഗർ ഗുരുതരാവസ്ഥയിലും ഹോസ്പിറ്റലാണെന്നാ പറഞ്ഞേ. അതൊക്കെ അപ്പൊ കള്ളമായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് വിളിച്ചപ്പോ അവിടെ ഉള്ളവര് അങ്ങനെ അമ്മയെ പറഞ്ഞേ. ഹോസ്പിറ്റലുള്ളവര് എന്തിനാ അമ്മയെ കള്ളം പറയുന്നേ? എടാ പ്രതാപ, കണ്ണനെ കോടിക്കണക്കിന് പണമുണ്ടടാ, അതുപോലെ സ്വാധീനവും ഉണ്ട്. എന്നാലും അതുകൊണ്ട് അവൻ ആരെ കൊണ്ടും ഇങ്ങനെയൊക്കെ പറയിപ്പിക്കാൻ പറ്റും. നീയും മേഘനും മണ്ടന്മാരാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. കണ്ണനെയും മഹാലക്ഷ്മിയെയും കൊല്ലാൻ വേണ്ടിയിട്ടേ എൻ്റെ അമ്മോ ചില്ലറയൊന്നും അല്ല പൊടിച്ചത്. ആ പൈസ ഉണ്ടായിരുന്നെങ്കിലേ കണ്ണായ സ്ഥലത്ത് 10-20 സെന്റ് സ്ഥലം വാങ്ങിക്കായിരുന്നു. മണ്ടൻ. ഈ പോക്കിലും എവിടെയെങ്കിലും ചെന്ന് കേറിയാലും കുഴപ്പമില്ല. മരിച്ചു കഴിഞ്ഞു ഞാൻ. ഇപ്പൊ എങ്ങനെയുണ്ടമ്മേ? ഇത് മരുന്ന് കൊണ്ട് മാറുന്ന അസുഖം അല്ലടാ, മരണം കൊണ്ട് മാറുന്ന അസുഖം. ചുമ്മാ വേണ്ടാരും പറയല്ലേ. കണ്ണനും ലക്ഷ്മിയും പോയി കിട്ടാതെ എനിക്ക് ഒരു മനസമാധാനം ഉണ്ടാവത്തില്ല. എന്റെ കുഞ്ഞിന്റെ അവസ്ഥ ആലോചിച്ചിട്ടാ എനിക്ക് പെട്ടെന്ന് നെഞ്ചെടുപ്പ് കൂടിയത്. അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ നീ? എടാ, എന്റെ ഹൃദയത്തിന് ഒരു കുഴപ്പമില്ല, എന്റെ മനസ്സിനാണ് പ്രശ്നമുള്ളത്. വീട്ടിലെത്തിയതിനു ശേഷം എനിക്ക് മേഘനെ ഒന്ന് വിളിക്കണം. നീ എന്തിനാ പോത്തിനെ വിളിക്കുന്നേ? വിളിച്ചിട്ട് എന്ത് വിശേഷമുള്ള? ഞാൻ പറഞ്ഞല്ലോ പ്രതാപ, അവനെ നിന്നെ ഒരു നൊകത്തിൽ കെട്ട. എടാ, നിനക്കൊക്കെ തലയേ ഉള്ളൂ, തലച്ചോറ് കാലിയാ. ഞങ്ങളൊക്കെ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചതല്ലേ അമ്മേ? ശ്രമിച്ചിട്ട് എന്താടാ കാര്യം? നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയൊക്കെയാണോ സംഭവിക്കുന്നത്? ആണോ? ഇനിയിപ്പോ അവൻ എഴുന്നേറ്റ് നടന്നു കാണുമെന്നാണ് എന്റെ സംശയം. ആ കണ്ണൻ. അങ്ങനെ ഒന്നും പറയല്ലേ അമ്മേ. അമ്മയ്ക്കറിയാലോ, ലക്ഷ്മിയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പരാജയം അടിക്കടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പ് വിജയം മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. എടാ, കൊച്ചിന്റെ കല്യാണത്തിന് ശേഷമല്ലേ വിജയങ്ങൾ ഉണ്ടാകേണ്ടത്? അതിനു മുമ്പ് എന്തു മല മറിച്ചെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. നീ വണ്ടി ഒന്ന് നിർത്തിക്കേ. എന്തിനാ? എനിക്ക് കുറച്ചു നേരം പുറത്തിറങ്ങി നിന്ന് ശുദ്ധവായു ശ്വസിക്കണം. അപ്പൊ വീട്ടിൽ പോണ്ട അമ്മേ? വീട്ടിൽ പോയിട്ട് എന്താ പ്രയോജനം? അവിടെ ഒരു തീരിപ്പുണ്ട്, പൂതം പോലെ. അവളെ കാണാനോ? അവളുണ്ടല്ലോ, എല്ലാം അറിഞ്ഞിട്ടും സന്തോഷത്തോടെ നടക്കുക. പണ്ട് അവളുടെ മോള് പ്രേതമായിട്ട് വന്നപ്പോഴും അവൾക്ക് എല്ലാം അറിയായിരുന്നു. എന്നിട്ട് അവളതൊക്കെ കണ്ടിട്ട് അവളുടെ മനസ്സിനകത്ത് ഒരുതരം പൊട്ടിച്ചിരിയായിരുന്നു. അങ്ങനെ അവള് പൊട്ടിച്ചിരിക്കായിരുന്നു, അറിയാവോ? അമ്മ നോക്കിക്കോ, ഒരു ദിവസം ഞാൻ ആ ചിരിയൊക്കെ മാറ്റും. മാറ്റും. മിക്കവാറും നിന്നെ അവള് മാറ്റും, അവളുടെ ഭർത്താവിന്റെ സ്ഥാനത്തു നിന്ന്.
ആ വീടും പറമ്പും ഇപ്പോ നിന്റെ അവളുടെ കൂടെ പേരില്ല. അതുകൊണ്ട് നിനക്ക് അവിടെ അധികാരത്തോടെ താമസിക്കാനൊന്നും പറ്റില്ല. അവൾക്കിനി എന്റെ വീടും പറമ്പൊക്കെ എന്തിനാ അമ്മേ? അവളുടെ മോളും മരുമോനും ഒക്കെ കോടീശ്വരന്മാരല്ലേ? ആ അതാടാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. എന്റെ കുഞ്ഞ് അവളുടെ കുഞ്ഞിന്റെ മുന്നിൽ തീരെ ചെറുതായിപ്പോയി. എടാ, ഞാൻ പറഞ്ഞ കാര്യം നമ്മളും വളരെ ഗൗരവത്തോടെ കാണും. ഒരു പ്രയോജനമില്ലാതെ കണ്ണൻ ഒരു കാരണവശാലും ഇങ്ങനെ ആ വൈദ്യന്റെ അടുത്തേക്ക് പോകത്തില്ല. അവനിപ്പോ ആവേശത്തോടെ അങ്ങോട്ട് പോകുന്നേ. അതിന്റെ അർത്ഥം അവൻ എന്തോ അതുകൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ടെന്ന് തന്നെയാ. അതൊരു ഭയമായിട്ട് തന്നെ നമ്മൾ എടുക്കണോടാ.